ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിയൽ കുക്ക് ഫുഡ് ആൻഡ് വ്ളോഗ്സ്. എന്താണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സേഫായിട്ടിരിക്കുകയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു 2 കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ചപ്പാത്തി മാവിനെയും കാട്ടിയും കുറച്ചൊന്ന് ലൂസായിട്ട് വേണം. അധികം ലൂസാവരുത്, എന്നാലും ചപ്പാത്തി മാവിനെയും കാട്ടിയും ഒന്ന് ലൂസായിട്ട് വേണം ഈ ഒരു മാവ് ഇരിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മാവൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്നിങ്ങനെ തടവി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 2-3 ചെറിയ സബോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. എല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വഴണ്ടി വരും. ഇനി ഇതിലേക്കുള്ള മസാലകൾ റെഡിയാക്കി എടുക്കുകയാണ്, ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടി, ഇതെല്ലാം ഒരു 1/2 ടീസ്പൂൺ വീതമാണ് ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു മസാലപ്പൊടികളുടെയൊക്കെ ഒരു പച്ചമണം ഉണ്ടല്ലോ, അതൊന്ന് മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വേവിച്ചുടച്ച് വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ക്യാരറ്റും അതുപോലെ തന്നെ ഗ്രീൻ പീസും എല്ലാം ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ക്യാബേജൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ഉരുളൻകിഴങ്ങ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇതേപോലെ നന്നായിട്ട് ഉടച്ചെടുത്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മസാലകളും ഈ ഒരു ഉള്ളിയും എല്ലാം കൂടിയിട്ട് ഉരുളൻകിഴങ്ങും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വരണം. അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ, കാരണം നമ്മളിത് ഫിൽ ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ നനവുണ്ടെങ്കിൽ നമുക്കത് റെഡിയാക്കി എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ്. ഇപ്പോൾ വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലകളൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ ചപ്പാത്തിയുടെ മാവൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ടാവും. നമ്മുടെ ചപ്പാത്തിയുടെ മാവൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബോൾസ് ആക്കി എടുക്കാം. നമുക്കൊരു 2 ചപ്പാത്തിയുടെ ഒക്കെ വലുപ്പത്തിലുള്ള ബോൾസ് വേണം നമുക്ക് എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അത്രയും കനത്തിൽ വേണം നമ്മളിത് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മളതൊന്ന് ജസ്റ്റ് കയ്യിലിട്ടിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ്. കുറച്ച് പൊടി വേണമെങ്കിൽ നമുക്കൊന്ന് കയ്യിലാക്കി എടുക്കാം കേട്ടോ, എങ്കിലല്ലെങ്കിൽ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കും. എന്നിട്ട് ഇതിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് കുഴിയാക്കി എടുക്കാം. കാരണം നമുക്ക് ഫില്ലിങ് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴിയാക്കിയതിന് ശേഷം നമുക്ക് ഫില്ലിങ് ഇതിലേക്ക് നമുക്ക് എത്രയാണോ ആ ഒരു ഇതിൽ കൊള്ളുന്നത് അതിനനുസരിച്ച് നമുക്കിതൊന്ന് ഫില്ലിങ് ഇതിൽ നിറച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിതൊന്നും ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം. അതൊക്കെ ഇങ്ങനെ റോൾ ചെയ്തെടുത്താൽ നമുക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടും കേട്ടോ. അപ്പം അധികം ഇങ്ങനെ വലുപ്പത്തിൽ നമ്മൾ ആലു പൊറോട്ട ഒന്നും പരത്തുന്ന പോലെ വലുപ്പത്തിൽ പരത്തണ്ട, ജസ്റ്റ് കയ്യിലിട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. കുറച്ച് വലുപ്പമുള്ള ബോൾസ് ആക്കി എടുക്കുക. അതിനുശേഷം കയ്യിലിട്ടിട്ട് ഒന്ന് റൗണ്ടാക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഒന്ന് ജസ്റ്റ് ഒരു കുഴി പോലെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഫില്ലിങ് നിറച്ചിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം.
വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഓയിലിട്ട് പൊരിച്ചെടുക്കുമെന്നല്ല, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് അതുപോലെ ഒന്ന് ക്ലോസ് ചെയ്തെടുക്കുകയാണ്. ശേഷം ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് അത് റൗണ്ട് ഷേപ്പിൽ വരും. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക കയ്യിലിട്ടിട്ട്. കുറച്ച് പൊടി ഞാൻ പറഞ്ഞ പോലെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ നമുക്കത് ഒട്ടിപ്പിടിക്കാതിരിക്കും. ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. അധികം ഓയിലിട്ടിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കല്ല, ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയിൽ തന്നെയാണ് പൊരിച്ചെടുക്കുന്നത്. ഇനി ഓരോ ചപ്പാത്തിയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അധികം ഓയിൽ യൂസ് ചെയ്യൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് കാണാം ഇതിൽ ഓയിൽ ഇതേപോലെ തന്നെ ഉണ്ടാവും ബാക്കിയായിട്ട്. നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യരുത്, ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. കണ്ടോ, ഒരു സൈഡ് ഇങ്ങനെ ഇതിപ്പോൾ ആയിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇനിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം, എങ്കിലാണ് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. കാരണം കനമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഹൈ ഫ്ലെയിമിലും ഇടരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ലോ ഫ്ലെയിമിലിടുമ്പോൾ എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഇടണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഓയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആക്കി കൊടുക്കണം കേട്ടോ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക്. ഇനി ഒന്നും കൂടി മറിച്ചിട്ട് കൊടുക്കാം നമുക്ക്. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് റെഡിയാവും, നമ്മൾ കുറേ ടൈമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. പരത്താനും എളുപ്പമാണ്, അതുപോലെ തന്നെ കറിയൊന്നും ആവശ്യമില്ല. നമുക്ക് സോസൊക്കെ കൂട്ടിയിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മുടെ മസാല ചപ്പാത്തി അല്ലെങ്കിൽ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമുക്ക് പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നുമില്ലല്ലോ. ഇതേപോലെ ഫില്ലിങ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ബാക്കിയുള്ളതും ഞാൻ ഇതേപോലെ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ കണ്ടോ, ഞാൻ ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ സെക്കൻഡ് ട്രിപ്പ്. ഫസ്റ്റ് ട്രിപ്പിലത്തെ ആ ഒരു ഓയിൽ തന്നെയാണ് രണ്ടാമത്തെ ട്രിപ്പിലേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനൊക്കെ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും കമൻറ്റ്സ് അറിയിക്കാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം ഇതുപോലെ സിമ്പിൾ റെസിപ്പീസുമായിട്ട്. താങ്ക്